പുനരധിവാസ പദ്ധതിയുടെ മേൽനോട്ടത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കും. പുനരധിവാസത്തിനുള്ള കരട് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വീടുകൾ നിർമ്മിക്കാനുള്ള ടൗൺഷിപ്പിന്റെ സ്ഥലം ഏറ്റെടുക്കലിന്റെ കാര്യവും യോഗത്തിൽ ചർച്ചയായി. വീടുകൾ നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നവരുമായി സർക്കാർ അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടത്തും. ചർച്ചകൾക്ക് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. അതേസമയം ഗുണഭോക്താക്കളുടെ പട്ടിക കൃത്യമല്ലെന്നും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ദുരന്തബാധിതരുടെ ആക്ഷൻ കൗൺസിൽ പ്രതിഷേധമുയർത്തി. പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമം. 3 വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റിൽ. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷത്തിനായി വേഷമണിഞ്ഞ് കരോൾ നടത്തുമ്പോഴായിരുന്നു സംഘം തടയാനെത്തിയത്. പ്രധാന അധ്യാപികയും അധ്യാപകരെയും സംഘം അസഭ്യം പറഞ്ഞു. നല്ലേപ്പള്ളി സ്വദേശികളായ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. PV അൻവറിന്റെ ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. അജിത് കുമാറിനെതിരെ തെളിവില്ലെന്ന് കണ്ടെത്തി വിജിലൻസ്. ആഡംബര വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരം മുറി എന്നീ ആരോപണങ്ങളിൽ വിജിലൻസ് MR അജിത് കുമാറിന് അനുകൂലമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കും. സംഭവത്തിൽ പ്രതികരിച്ച് PV അൻവർ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കോടതിയെ സമീപിക്കുമെന്ന് PV അൻവർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിന്റെ ആദരം. ഔദ്യോഗിക സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിലെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മുബാറക് അൽ കബീർ മെഡൽ കുവൈറ്റ് അമീർ സമ്മാനിച്ചു. ബയാൻ പാലസിൽ ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ നൽകി മോദിയെ ആദരിച്ചു. കുവൈറ്റ് പ്രധാനമന്ത്രിയുമായും മോദി കൂടിക്കാഴ്ച നടത്തി. രാമായണവും മഹാഭാരതവും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത യുവാക്കളെയും മോദി കണ്ടഭിനന്ദിച്ചു. അല്ലു അർജുന്റെ വീടിനു നേരെ ആക്രമണം. വീടിനു നേരെ കല്ലെറിഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കടന്ന് വീടിന് സമീപം എത്തിയ സംഘമാണ് അതിക്രമിച്ചു കയറി വസ്തുവകകൾ നശിപ്പിച്ചത്. ഒസ്മാനിയ സർവകലാശാലയിലെ JSCയിലെ 8 അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. സിനിമാ പ്രചാരണത്തിനിടെ മരിച്ച രേവതിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ സ്ഥലത്തെത്തിയത്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലയ്ക്കും ഇടുപ്പിനും ഇടത് തുടയ്ക്കുമേറ്റ പരിക്കാണ് മരണകാരണമെന്ന് റിപ്പോർട്ട്. അമ്മുവിന്റെ ശരീരത്തിൽ 20ഓളം പരിക്കുകളുണ്ട്. രക്തത്തിന്റെയും ആന്തരിക അവയവങ്ങളുടെയും സാമ്പിൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നവംബർ 15-നാണ് അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന MTയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി ഇന്നിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ. അദ്ദേഹം സ്വാഭാവിക ശ്വാസഗതി വീണ്ടെടുത്തിട്ടുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. എങ്കിലും നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി. രാഹുലിന് പിന്നാലെ രോഹിത് ശർമ്മയ്ക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. ശനിയാഴ്ച നെറ്റ്സിൽ പരിശീലിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കാൽമുട്ടിന് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ വന്നത്. 3ാം ടെസ്റ്റിൽ ഇന്ത്യൻ നിരയുടെ ടോപ്പ് സ്കോറർ ആയിരുന്ന രാഹുൽ 4ാം ടെസ്റ്റിൽ കളിക്കാതിരുന്നാൽ അത് ഇന്ത്യൻ ടീമിന് ക്ഷീണമാകും.